ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ചാണ്ടിയുമ്മൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ചാണ്ടിയുമ്മൻ, അങ്ങനെ വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ അങ്ങ് ഉൾപ്പെടെയുള്ള സംഘവും അവിടെ ഉണ്ടല്ലോ. അവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് 24മായി പങ്കുവയ്ക്കാനാവുക? വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരൻ ഒരാള് വത്തിക്കാന്റെ അതുപോലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പദവികളിലൊന്നായ കർദിനാൾ പദവിയിൽ എത്തുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോ കോട്ടയംകാരെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം വഹിച്ച പങ്കാണ് സർവമത സമ്മേളനം വത്തിക്കാനിൽ ഇത്രയും മനോഹരമായി നടക്കുവാനുള്ള കാരണം. അദ്ദേഹം വളരെ താല്പര്യമെടുത്തിട്ടാണ് അതിന്റെ എല്ലാ ക്രമീകരണവും ഇവിടെ നടത്തിയത്. വളരെ ഭംഗിയായി ഇവിടെ ഇത് നടത്തിയതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഓഗസ്റ്റ് 13 ആദ്യമായി മാർപ്പാപ്പയെ കാണുവാനുള്ള സാഹചര്യം ഒരുക്കി. അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്ത് അതുപോലെ തന്നെ വീരേശ്വരാനന്ദ സ്വാമികൾ, അതുപോലെ ബാബു രാജൻ, ഞങ്ങൾ 3 പേരെ ചെന്ന് മാർപ്പാപ്പയെ കാണുവാനും ഈ സമ്മേളനത്തിലുള്ള പെർമിഷൻ എടുക്കുകയും നവംബറിൽ സംഘടിപ്പിക്കാമെന്ന് എഗ്രി ചെയ്യുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായി 30 നടക്കുകയും പരിശുദ്ധ പിതാവ് ഞങ്ങളോടൊപ്പം 2 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തു. വന്ന എല്ലാവരെയും കണ്ടു. ചരിത്രത്തിൽ ആദ്യമായി ഒരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ധീരമായ ഒരു നിലപാട് എടുത്തത് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്ത് സമാധാനം പുലരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം പരിപാടികൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്നും തുടർന്ന് നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘം നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി. ഇന്ത്യൻ സഭയെ സംബന്ധിച്ച്, ഭാരത സഭയെ സംബന്ധിച്ച് വലിയ ആദരം കൂടിയാണല്ലോ ഇത്. ഇതിന്റെ ഒരു ഭാഗമാകാൻ, ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ അങ്ങേക്ക് കൂടി ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറയാമല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്കറിയാം, വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ലോകസഭയുടെ ചരിത്രത്തിൽ വൈദികരിൽ നിന്ന് കർദിനാൾ ആയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സംഭവം ഉള്ളത്. ഇത്രയും ചെറുപ്പത്തിൽ ഒരാളെ കർദിനാൾ ആക്കുക സാധ്യമല്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ സംഭവം നടക്കുമ്പോൾ ആ ചരിത്ര നിമിഷം സഭയെ സംബന്ധിച്ചും ഭാരതത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമുള്ള ഒരു നാൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ സർക്കാർ തന്നെ പ്രത്യേകമായ ഒരു ഔദ്യോഗിക സംഘത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ളവർ, അദ്ദേഹത്തിന്റെ MP ആണ്. അടക്കമുള്ളവർ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രാധാന്യം രാജ്യത്തിനുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്, നമ്മുടെ നാടിനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്. ലോകത്ത് സമാധാനം പുലരണം, മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ധീരനായ ഒരു നേതാവിനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കർദിനാളായിട്ട് ഉയർത്തുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രമല്ല, ലോകത്തിന് മൊത്തത്തിൽ ഉള്ള ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. തീർച്ചയായും 21 പേരെയാണെന്ന് മാർ ജോർജ് കൂവക്കാടനൊപ്പം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. ഈ ചടങ്ങുകൾ എങ്ങനെയാകുമെന്ന് അങ്ങേക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാകുമോ? ഇവിടുത്തെ സമയം 4 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 8:30ക്കാണ് ചടങ്ങുകൾ തുടങ്ങുക. 1 മണിക്കൂറിലുള്ള ചടങ്ങാണുള്ളത്. ഇത് ഒരു മെത്ര അഭിഷേകമല്ല. ഒരു 2 പദവികളാണ് സഭയിലുള്ളത്. ഒന്ന് വൈദിക പട്ടം, 2 അതുപോലെ തന്നെ മെത്ര അഭിഷേകം. ഇത് അഭിഷേകമല്ല. അദ്ദേഹം ഓൾറെഡി ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തെ കർദിനാളായി സഭയുടെ രാജകുമാരനായി ഉയർത്തുന്ന ഒരു ഫോർമൽ ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം സമയമാണ് അതിനുള്ളത്. 1 മണിക്കൂറോളം നിൽക്കുന്ന സമയമാണ് ഈ പരിപാടിക്കുള്ളത്. ഇന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ചാണ്ടിയുമ്മൻ, ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ 24ന്റെ പ്രേക്ഷകരുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന്.